വേണം എന്ന് പ്രഭു പറഞ്ഞിരുന്നു. എല്ലാ ശ്ലോകങ്ങളും ആക്ച്വലി ഇപ്പം നമുക്ക് സോളിനെ പറ്റി, ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ ശ്ലോകങ്ങളും ഒരേപോലെ ഇരിക്കും, വായിക്കുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥം ഒന്ന് തന്നെയാണ് അല്ലെ. സോളിനെ, ആത്മാവിനെ നശിപ്പിക്കാനേ കഴിയില്ല. പലതരത്തിൽ നാശ പ്രക്രിയകൾ എങ്ങനെയെല്ലാം ചെയ്യാമോ, നശീകരണം എങ്ങനെയെല്ലാം ചെയ്യുമോ, ആ നശീകരണ പ്രക്രിയകളെ എല്ലാറ്റിനെയും കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ തരത്തിലൊന്നും തന്നെ ആ ഒരു ആത്മാവിനെ വധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ സാരാംശം നമുക്ക് മൊത്തത്തില് മനസ്സിലാവുന്നത്. അപ്പോ ഒരു ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്നു, പക്ഷെ ആ ശരീരം ഉപേക്ഷിക്കുന്നതിനോടൊപ്പം ഇതിനെ, ആത്മാവിനെ നമുക്ക് ഉപേക്ഷിക്കാനായി കഴിയില്ല. ആ ആത്മാവ് തിരിച്ച് എനർജിയാണ് അല്ലെ, എനർജി, ആ ഊർജം തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം, ജീവൻ, നമ്മളിവിടെ പ്രാണൻ ഉരുവിടുന്ന സമയത്ത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു പ്രാണൻ ഉരുവിട്ടു എന്ന് വിചാരിക്കുക. ആ സമയത്ത് അതിൽ ആത്മാവുണ്ട്. ആ ആത്മാവ് ഉരുവിടുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ ഡേറ്റ്, ഒരു സാധനത്തിന് പ്രൊഡക്ഷൻ ഡേറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ അതിനൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കും അല്ലെ. എല്ലാ സാധനം ചിലപ്പോൾ ഒരു വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അല്ല, അരിയും സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഒരു വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അല്ല, പാല്, പിന്നെ തൈര് ഒക്കെ ആണെങ്കിൽ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഡേറ്റ് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും മരിച്ചു എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എക്സ്പയർഡ് എന്ന് പറയാറുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ അത് ശരിക്കും അത് എങ്ങനെയാണ്, ആ ഒരു നോളജ് വെച്ച് തന്നെയാണ് പറയുന്നത് എക്സ്പയർഡ് എന്നുള്ളത്. പാസ്ഡ് അവേ എന്ന് പറയും ഇംഗ്ലീഷില്. കഴിഞ്ഞു പോയി, അവര് കടന്നുപോയി, അവരുടെ ജീവിതം ഇവിടെ കഴിഞ്ഞ് അവർ കടന്നുപോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ പാസ്ഡ് അവേ പറയും. പക്ഷെ ചിലര് എക്സ്പയർഡ് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ശരീരം എപ്പോഴാണോ ജനിക്കുന്നത്, ഉദരത്തിൽ ഉരുവാകുന്നത്, അപ്പോൾ മുതൽ ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചാണ് നമ്മൾ ആ ശരീരത്തെ ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവിനാണ് ജീവനുള്ളത് അല്ലെ. ആത്മാവ് ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ശരീരത്തിന് പ്രാണനുണ്ട്, അല്ലെങ്കിൽ ജീവനുണ്ട്, അതിനൊരു ചേതനയുണ്ട്. പക്ഷെ ഈ ശരീരവും ആത്മാവും എന്നുള്ളത് ഒരുമിച്ച് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. എപ്പോഴാണോ ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത്, അപ്പോൾ മുതൽ ശരീരം ചേതനയേറ്റതാവുന്നു. പിന്നീട് ശരീരത്തെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പൊ ചേതന എന്ന് പറയുന്നത് ഏതാണ്? ആ സോളാണ് അല്ലെ, ആത്മാവാണ്. പക്ഷെ ഇവിടെ നമുക്ക് 17ാമത്തെ ശ്ലോകത്തില് അപ്രമേയസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രമേയസ്യ എന്ന് പറഞ്ഞാല് അളന്നു നോക്കുക, അതിനെ നമുക്ക് അളക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്രമേയസ്യ, അളക്കാൻ കഴിയില്ല. അളക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയലി നമ്മളൊരു ഒരു നാഴി എടുത്ത് വെച്ച് അരി അളക്കുന്നത് പോലെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയലി ഉള്ള കാര്യമല്ല പറയുന്നത്, സ്പിരിച്വലി ഉള്ള കാര്യമാണ് പറയുന്നത്. അതിനെ ഒരു തരത്തിൽ നമുക്ക് അളക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കിപ്പോൾ ധാരാളം ഉപനിഷത്തിൽ നിന്നും ഭാവാർത്ഥത്തില് കോട്സ് കൊടുത്തിട്ടുണ്ട് ശ്രീല പ്രഭുപാദര് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിച്ചു, കേശാഗ്ര ശതഭാഗസ്യ, ഒരു മുടി, ഒരു മുടി എടുത്തിട്ട് അതിനെ ആ ഒരു നീളനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് എത്ര പാട്ടാക്കണം? 10,000 പാട്ടാക്കണം. നമ്മളൊരു മുടി പോലും നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള കാഴ്ചശക്തിയാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ ഈ നാരിഴ മുടിയെ എടുത്ത് നമ്മൾ അതിനെ 4ആയിട്ട് കീറുകയാണ്, നീളത്തിൽ ഇങ്ങനെ കീറി എടുക്കുകയാണെങ്കിൽ അതിനെ എത്രയായിട്ട് എടുക്കണം? ആദ്യം 100 ഭാഗം കീറി എടുക്കണം, പിന്നീട് ആ 100നെയും വീണ്ടും 100ആയിട്ട് കീറി എടുക്കുക. അല്ലെങ്കിൽ മൊത്തത്തില് 10,000 ഭാഗമായിട്ട് കീറിയെടുക്കുമ്പോഴേ അതിൽ ഒരു ഭാഗം, അതിന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗമാണ് ആ ഒരു ആത്മാവിന്റെ വലിപ്പം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അല്ലെ. അപ്പോൾ ഒരു കാരണവശാലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു ശ്ലോകത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ സോളിനെ കൊല്ലാനായി കഴിയില്ല. ഇന്നത്തെ ശ്ലോകങ്ങൾ, ആ 2 ശ്ലോകങ്ങളിലും അത് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. 17ഉം 18 ശ്ലോകങ്ങളിൽ ആ ആത്മാവിനെ ഒരു തരത്തിൽ നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താ പറയാ, മെഡിക്കൽ സയൻസിൽ പോലും എന്താണ് പറയുന്നത്, നമ്മുടെ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയമാണ് ഈ ഒരു എനർജി എല്ലാം ഇരിപ്പിടം എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്കറിയാം ഭഗവത്ഗീതയിൽ പലയിടത്തും പറയുന്നുണ്ട് നമ്മുടെ ആ ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പരമാത്മാവ് ഇരിക്കുന്നത് പോലെ തന്നെ ജീവ ആത്മാവും എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഹൃദയത്തിലാണ്
സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഹൃദയത്തില് ഇരിക്കുന്ന ആത്മാവിനെ ഇത്രയും ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 10,000-ൽ ഒരു അംശമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രയും 10,000-ൽ ഒരു അംശമുള്ളതിനെ നമുക്കൊരു ആയുധം എടുത്ത് വെട്ടി പരിക്കേൽപ്പിക്കാനോ അതിനെ കൊല്ലാനോ ഒന്നുമേ സാധ്യമല്ല. ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ നമുക്ക് കണ്ടാല് അത് ഉണ്ട് എന്ന് നമുക്കറിയാം, ശരീരത്തിലുണ്ട്, ഇത് ബാക്ടീരിയ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ വൈറസ് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന് ഡോക്ടർ പറയും. അതിനെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് അതിനെ പുറത്താക്കുകയും ചെയ്യും. പക്ഷേ ഇത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കണം അല്ലെ. അങ്ങനെ കൊണ്ടുപോയി നോക്കി അതിനെ കൊല്ലാൻ കഴിയുമോ? അത്രയും ചെറുതിനെ നമ്മൾ ആ മൈക്രോസ്കോപ്പ് വഴി കാണുന്നു എന്നല്ലാണ്ട് നമ്മൾ ഇത്രയും ചെറിയൊരു ബാക്ടീരിയ നമുക്കൊരു വെട്ടുകത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൈഫോ എന്തെങ്കിലും എടുത്ത് അതിനെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ അതിനെ തീയിട്ട് കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുപോലാണ് ഏറ്റവും ചെറുതാണ് എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിനെയും ഒരു തരത്തിലും അർജുനനോട് കൊല്ലാൻ പറഞ്ഞാൽ ആത്മാവിനെ കൊല്ലാൻ അർജുനന് കഴിയുമോ? ഇല്ല. അർജുനൻ ഇവിടെ 1-ാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശാരീരികമായ ബന്ധം. ആ ശാരീരികമായ ബന്ധം ഉപയോഗിച്ചാണ് അദ്ദേഹം പല ധർമ്മസങ്കടത്തിൽപ്പെട്ടിട്ട് പല പല വാദഗതികൾ ഉന്നയിച്ച് അദ്ദേഹം വധിക്കാതെ യുദ്ധമുഖത്തേക്ക് പോകാതെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തോന്നി. എന്തുകൊണ്ടാണ്? നമ്മൾ ശാരീരിക തലത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. ഇനി അതിനെ വധിക്കുക എന്താ പറയാ, സാധ്യമല്ല. ആത്മാവിനെ വധിക്കുക എന്നത് സാധ്യമല്ല. കാരണം എന്താ? ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അജോ. അജോ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അജോ. അപ്പൊ അജോ എന്ന് പറഞ്ഞാൽ എന്താ? അൺബോൺ ആണ്, അത് ജനിച്ചിട്ടില്ല. ജനിച്ചാലല്ലേ അതിന് മരണമുള്ളൂ അല്ലെ. ജനിക്കുന്നതിനെല്ലാം എന്തുണ്ട്? മരണമുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് പുതുതായിട്ട് ജന്മമെടുക്കുക അല്ല ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് അത് പുതുതായിട്ടൊരു ജന്മമെടുത്ത് വരികയല്ല ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് പുതുതായിട്ട് ജന്മമെടുക്കുന്നു എന്ന്. പക്ഷെ അത് പുതുതായിട്ട് ജന്മമെടുക്കുകയല്ല, അതെന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇതിലെല്ലാറ്റിലും തന്നെ ഒരു ആത്മാവിന്റെ സവിശേഷ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഓരോരോ വാക്കുകളായിട്ട് പറയുന്നത്. അപ്പൊ അത് ശാശ്വതമാണ്. അതിന് പ്രത്യേകിച്ചൊരു ജനനമില്ല, പ്രത്യേകിച്ചൊരു മരണവുമില്ല. നമ്മൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഏതിനാണ്? ആത്മാവിനല്ല, ശരീരത്തിനാണ്. അത് ഓർക്കണം. ശരീരത്തിനാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് പറഞ്ഞത്. ശരീരത്തിന് എപ്പോഴും അതിനെ നശിപ്പിക്കാൻ കഴിയും, പക്ഷേ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഈ ശരീരത്തിന് ഊർജം കിട്ടുന്നത് ആത്മാവിൽ നിന്നാണ്. സോൾ എന്ന് പറയുന്നതാണ് അതിന്റെ സോഴ്സ്. ആ ഒരു ആത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മാവിരിക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയും, ഓ ഞാൻ ഹൃദയം സമർപ്പിച്ച് ചെയ്യുന്നു അല്ലെ, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്നെല്ലാം പറയൂലേ. എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറയാം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുവാണ് എന്ന് ഞാൻ പറയും അല്ലെ. എല്ലാവരും അങ്ങനെ പറയാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ഹൃദയമാണ്. മെഡിക്കൽ സയൻസും പറയുന്നു ഹൃദയത്തിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്തെടുക്കുന്നു അല്ലെ. ഹൃദയമാണ് അതിന്റെ മെയിൻ സോഴ്സ്. അത് പമ്പ് ചെയ്യുന്നു. ശരീരത്തിൽ മൊത്തവും ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഹൃദയമാണ് അതിന് 2 ധമനികൾ വെച്ച്, ധമനിയും വെയിൻസ് ആൻഡ് ആർട്ടറീസ് വെച്ചിട്ട് അതിനെ പമ്പ് ചെയ്യുന്നത്. ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒക്കെയും വേർതിരിച്ച് ഒക്കെ പോകുന്ന ആ പമ്പ് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹൃദയമാണ്. അപ്പൊ ആ ഹൃദയത്തിനുള്ളിലാണ് എന്തിരിക്കുന്നത്? ആത്മാവിരിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ സയൻസ് ആത്മാവിനെ കണ്ടുപിടിച്ചിട്ടില്ല, അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർ ആത്മാവിനെ പറ്റി പറയുന്നില്ല. അവർ ഈ ആത്മാവ് ഇരിക്കുന്ന ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തി ഒരു ചെയറിൽ അദൃശ്യനായി ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയർ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയും? ആ ചെയറാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ചെയറിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഓ നമുക്ക് കാണത്തില്ല, നമ്മൾ കണ്ടില്ല. നമ്മൾ കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നവരാണ് അല്ലെ. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ശാസ്ത്രം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? നമ്മൾ ഇന്ദ്രിയത്തിൽ നിന്നും ഉയർന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ എപ്പോഴും 15-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നു സർവഭാവീന ഭാരത. ആ സർവഭാവീന എന്ന് പറയുമ്പോൾ എന്താ? വിത്ത് ഡെഡിക്കേഷൻ അല്ലെ, ആത്മാർപ്പണത്തോടു കൂടി. ആത്മാർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മനിവേദനം നമുക്ക് പറയുന്നുണ്ട്. ശ്രവണം കീർത്തനം പറയുമ്പോൾ എന്ത് പറയുന്നുണ്ട്? ശരണാഗതിയിൽ ആത്മനിവേദനം പറയുന്നുണ്ട്. ആത്മനിവേദനം അപ്പൊ എന്താ പറയുക? നമ്മുടെ ആത്മാവിനെ നിവേദിക്കുക. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഭഗവാന് വേണ്ടി നിവേദിക്കുക എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ നമ്മുടെ ഈ ഒരു ആത്മാ
ആത്മാവിന്റെ ഹൃദയമാണ്. ഇനി ഉപനിഷത്തിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ പറയുന്നുണ്ട് പഞ്ചപ്രാണന്റെ കാര്യം ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചപ്രാണൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്രാണ, അപാന, വ്യാന, സമാന, ഉദാന. ഈ പഞ്ചപ്രാണൻ നിലയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രാണനെല്ലാം ഓരോന്നും ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഫങ്ഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ പഞ്ചപ്രാണൻ നിലകൊള്ളുന്നു. ഇനിയും 5 കൂടി ഉണ്ട്, പക്ഷെ അത് ഉപപ്രാണൻ എന്നുള്ള ഒരു തരത്തിലാണ് വരുന്നത്. ധനഞ്ജയ, പിന്നെ ദേവദത്ത, അങ്ങനെയൊക്കെ ഉള്ളത്. നമ്മൾ കോട്ടുവായ ഇടുന്നതും ഇപ്പം വയറൊക്കെ നിറയുമ്പോഴത്തേക്ക് ഒരു ബെൽച്ചിങ് ശബ്ദം വരും അല്ലെ, ഏമ്പക്കം എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ. അപ്പൊ ആ ശബ്ദത്തിന് പോലും എന്താണ്, ഒരു പ്രാണനുണ്ട്. ഇനി മുകളിലേക്ക് വരുന്ന പ്രാണനുണ്ട്, താഴേക്ക് കീഴ്ശ്വാസം പോകുന്നതിന്റെ പ്രാണൻ, അങ്ങനെ പലതരത്തില് പ്രാണൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തില്. അപ്പോ ഈ പ്രാണന്റെ എല്ലാറ്റിന്റെയും ഇരിപ്പിടം, ഉറവിടം എന്ന് പറയുന്നത് ഇവിടെയാണ്, നമ്മുടെ ഹൃദയത്തിലാണ് അല്ലെ. ഒരു 20ാമത്തെ ശ്ലോകത്തില് നൈതി നൈതി എന്ന് പറയുന്നുണ്ട്. നൈതി നൈതി എന്ന് പറഞ്ഞാല് ന ഇതി, ഇതല്ല ഇതല്ല എന്ന് വെച്ചാല് ശരീരത്തിന് എന്തെല്ലാം നമ്മൾ പറയുന്നു അതല്ല നമ്മുടെ ആത്മാവിന് പറയേണ്ടത്. ശരീരവും ആത്മാവും അതിന്റെ ക്വാളിറ്റിയില്, അതിന്റെ ഗുണങ്ങളില് വ്യത്യസ്തരാണ് അല്ലെ. എക്സ്പയറി ഡേറ്റ് ഉള്ളത് ശരീരത്തിനാണ്. ശരീരം ശാശ്വതമല്ല, പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് ആത്മാവ് ശാശ്വതമാണ്. ഈ ഒരു ജന്മം കൊണ്ട് ഈ ആത്മാവിന്റെ കാര്യം കഴിയുന്നില്ല. അടുത്ത ജന്മത്തിലേക്ക് അത് വീണ്ടും തിരിച്ചു പോയി വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ട ആത്മാവാണെങ്കിൽ തിരിച്ചു വരും. അല്ല, അത് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകേണ്ട ആത്മാവാണെങ്കിൽ ഭഗവാനെ സെർവ് ചെയ്യാൻ വേണ്ടി, ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഭഗവാൻ തെരഞ്ഞെടുത്ത ഒരു ആത്മാവാണെങ്കിൽ അത് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമുക്കവിടെ പഞ്ചപ്രാണന്റെ കാര്യം വന്നു. ഈ പഞ്ചപ്രാണനാണ് നമ്മുടെ ഈ പരിശുദ്ധിക്കെല്ലാം, ആ കളങ്കങ്ങൾ കൽമഷങ്ങളെല്ലാം എടുക്കുന്നത് ഈ പഞ്ചപ്രാണനാണ്. അപ്പൊ ഈ പഞ്ചപ്രാണനിൽ നിന്നും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആ ഒരു ശരീരത്തിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യുക, അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ എന്ത് ചെയ്യണം? ഈ ആത്മാവ് ഈ പഞ്ചപ്രാണൻ കൊണ്ട് ചുറ്റപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ ചുറ്റപ്പെട്ടാണോ നിൽക്കുന്നത് എനിക്കറിയില്ല, എന്തായാലും ഹൃദയത്തിൽ എന്തുണ്ട്? ഈ പഞ്ചപ്രാണനുണ്ട്, ആത്മാവുണ്ട്. അപ്പൊ ഈ ആത്മാവിന് ചുറ്റും നിൽക്കുന്ന ഈ പഞ്ചപ്രാണനിൽ നിന്നുമുള്ള ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ശുദ്ധീകരണ പ്രക്രിയ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത് സേവനം ചെയ്യുന്നു, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈ ഒരു ആത്മാവ് പരിശുദ്ധമായി കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് ഉപമകള് ചില പ്രഭാതത്തിൽ തന്നിട്ടുണ്ട്. ഇതിനെ ഒന്നിനെയും നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഉപമകളാണ് തന്നിരിക്കുന്നത്. സൺലൈറ്റിൻ്റെത്, സൂര്യപ്രകാശത്തിന്റെ തന്നിരിക്കുന്നുണ്ട്. സൂര്യപ്രകാശം എങ്ങനെയാണോ ഈ ഒരു പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് ആത്മാവ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ശരീരത്തെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ആത്മാവ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നോ ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ശരീരത്തിന് പോഷണം ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ ശരീരം മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് കഴിക്കുമോ? കഴിക്കില്ല അല്ലേ. നമുക്ക് പ്രാണൻ ഉള്ളപ്പോഴും മാത്രമാണ്, നമ്മുടെ ശരീരത്തിൽ ആ പ്രാണൻ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ആ ശരീരത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോ പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് എഴുന്നേൽക്കാനോ നടക്കാനോ ഏതൊരു പ്രവൃത്തിയും ചെയ്യാനോ ഈവൻ നമുക്ക് ചിന്തിക്കാനോ ഒക്കേനുമുള്ള കഴിവ് വരുന്നുള്ളൂ. അപ്പൊ ശരീരത്തിന്റെ ഊർജം എന്ന് പറയുന്നത് എന്താണ്? ആ പഞ്ചപ്രാണനാണ്, ആ ആത്മാവാണ്, ജീവാത്മാവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു 4 ശ്ലോകങ്ങളിലും ഈ ഒരു ആത്മാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഹരേ കൃഷ്ണ മാതാജി.